വെൽക്കം മൈ സൂസൻ മെസ്സേജ് യൂട്യൂബ് ചാനൽ. വിചാരിച്ച സെക്കൻഡ് സോങ്ങിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ അതേപോലെ തന്നെ വ്യാഴാഴ്ച ആ ഒരു പാട്ട് തന്ന്, ഫസ്റ്റ് പാടി ആ സോങ് തന്നു. അപ്പോൾ ആ സോങ്ങിൻ്റെ 2, 4, 8 ലൈന് ഞാൻ അന്നേരം തന്നെ റെഡിയാക്കി കർത്താവ് തന്നതാണ്. കർത്താവിൻ്റെ കൈപ്പെട്ട പാട്ടുകളൊന്നും പെട്ടെന്ന് മനസ്സിൽ മാഞ്ഞു പോകത്തില്ല, അതിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ കർത്താവിന് പറയാം, കർത്താവ് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, എന്നാൽ ഒരു പാട്ടോട് തരാൻ പറഞ്ഞ് അങ്ങോട്ട് വായി നാക്കുന്നതിന് മുമ്പ് അടുത്ത പാട്ട് തന്നല്ല, ക്രൂശമരണത്തിൻ്റെ പാട്ടായിരുന്നു. ക്രൂശമരണത്തിൻ്റെ പാട്ട് തന്നപ്പോൾ എനിക്ക് എൻ്റെ പ്രിയ ശ്രോതാക്കളെ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിൻ്റെ ഭാരം, ഞാൻ ആ ബെഡിങ്ങനെ കിടക്കുകയാണ്, എൻ്റെ ബോഡിയുടെ ആ വെയിറ്റ് അങ്ങോട്ട് വർദ്ധിച്ച് എനിക്കൊരു 30 കിലോ ഭാരം കൂടെ എൻ്റെ ശരീരത്തിൽ അങ്ങ് വ്യാപിച്ചെന്ന്. അവിടെ എനിക്ക് അനങ്ങാൻ വയ്യ, തിരിയാൻ വയ്യ. കർത്താവിനെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പാടുന്നുണ്ട്, എൻ്റെ കണ്ണുനീര് താരതാരയെ ഇങ്ങനെ അങ്ങ് ഒഴുകുക ബെഡ് നിറച്ച്. അന്നേരം ഞാൻ ആ പാടിങ്ങനെ പാടി നോക്കി, എനിക്ക് അനങ്ങാനും തിരിയാനും അതുപോലെ ദൈവസ്ഥാനത്തിൽ നിറഞ്ഞ് എനിക്കറിയത്തില്ല, എനിക്ക് അനങ്ങാൻ വയ്യാതായിപ്പോയി. അത്രയ്ക്ക് ദൈവസ്ഥാനത്തെയോ കർത്താവ് ക്രൂശമരണത്തിൻ്റെ പാട്ടാണ് തന്നത്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്ന് നോക്കൂ. ഒന്ന് ചേർന്ന് പാടാവോ എൻ്റെ പ്രിയ ശ്രോതാക്കൾ? എത്ര പേര് ആ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്? കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്ന് നോക്കൂ. കാരിരും പാണികളാൽ പിടഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്ന് നോക്കൂ. കാരിരും പാണികളാൽ പിടഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ. കർത്താവ് എന്നിട്ടിങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കർത്താവ് പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ തേയിച്ചു. അടുത്ത പാട്ടിൽ പറഞ്ഞതാണ്, കർത്താവ് നമുക്കുടെ പാപവും ശാപവും രോഗം കർത്താവ് വഹിച്ച കർത്താവ് അതിനെ സംസാരിച്ചത് ഈ ഭാരമേറിയ കുരിശ് ചുമന്നപ്പോൾ മുൾമുടി ചൂടി കർത്താവ് കരഞ്ഞു, കാരിരുമ്പാണികളെ കർത്താവ് വലഞ്ഞു. അടുത്ത തന്നെ കർത്താവ് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഭാരമേറിയ കുരിശ് അങ്ങോട്ട് വെച്ചപ്പോൾ തോള് താണുപോയെന്ന്, കർത്താവിൻ്റെ ഷോൾഡർ താഴോട്ട് താണുപോയെന്നാണ് കർത്താവ് പറയുന്നത്. ഷോൾഡർ താണുപോയി. എൻ്റെ ശാപം മൂലം എൻ്റെ തിരുമാറു പിളർന്നു, രോഗം മൂലം അടിപ്പിണരുകളായി. പിന്നെ പറയുന്നത് നിന്ന മൂലം കർത്താവിൻ്റെ ശിരസ് കുനിഞ്ഞു, പിന്നെ പരിഹാസം മൂലം പീഡകളേറ്റു. ഇതൊക്കെയാണ് കർത്താവ് സംസാരിച്ചത്. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചുള്ളൊരു സോങ്ങാണ്. ഇത്രയും കർത്താവ് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാനത് സംസാരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഒന്നുകൂടെ പാടിക്കേൽപ്പിക്കാം. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്ന് നോക്കൂ. കാരിരും പാണികളാൽ പിടഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ. കാരിരും പാണികളാൽ വലഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ. പാപം മൂലമാത്തോളും താണില്ലേ, ശാപം മൂലമാറും പിളർന്നില്ലേ. രോഗം മൂലം മടിപ്പിണരായില്ലേ, രോഗം മൂലം മടിപ്പിണരായില്ലേ. ഏറെ കഷ്ടങ്ങൾ എനിക്കായി സഹിച്ചില്ലേ, പാപം മൂലമാത്തോളും താണില്ലേ, ശാപം മൂലമാറും പിളർന്നില്ലേ. രോഗം മൂലമാ അടിപ്പിണരായില്ലേ, അനവധി കഷ്ടങ്ങൾ എനിക്കായി സഹിച്ചില്ലേ. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്ന് നോക്കൂ. കാരിരും പാണികളാൽ പിടഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ. കാരിരും പാണികളാൽ പിടഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞ
പിടഞ്ഞതല്ലേ. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്നു നോക്കൂ. ദാഹജലത്തിനായി കേണതല്ലേ, നഗ്നത മൂലം നാണിച്ചതല്ലേ. ദാഹജലത്തിനായി കേണതല്ലേ, നഗ്നത മൂലം നാണിച്ചതല്ലേ. നിന്ന മൂലം ആ ശിരസും താണില്ലേ, പരിഹാസം മൂലം പീഡകളേറ്റില്ലേ. നിന്ന നിമിത്തം ശിരസും താണില്ലേ, പരിഹാസം മൂലം പീഡകളേറ്റില്ലേ. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്നു നോക്കൂ. കഥനം മൂലം കരളുരുകുമ്പോൾ കാൽവറി നാഥനെ ഒന്നു നോക്കൂ. കാരിരുമ്പാണികളാൽ പിടഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ. കാരിരുമ്പാണികളാൽ വലഞ്ഞതല്ലേ, മുൾമുടി ചൂടി കരഞ്ഞതല്ലേ.